ദിലീപ്, ഇവിടെ ഡി ജി പി എം.ആർ. അജിത് കുമാറിനെ DGP ആക്കുക എന്നുള്ളത് സർക്കാർ ഉത്തമ താല്പര്യമായിരുന്നു. അങ്ങോട്ടേക്ക് പോയ ആ ലിസ്റ്റിൽ കൃത്യമായി ആ പേരുണ്ടായിരുന്നു. പക്ഷേ തിരികെ വന്ന ലിസ്റ്റിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ 3 പേരിലേക്ക് ചുരുങ്ങി. അതിൽ സർക്കാരിന് DGP ആക്കാൻ പറ്റിയ ഒരേ ഒരു പേര് പല കാരണങ്ങൾ കൊണ്ടും റവാഡ ചന്ദ്രശേഖരൻ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും നേരത്തെ ഷഫീദ് പറഞ്ഞ പോലെ ഇതിനകത്ത് കൂത്തുപറമ്പ് ചോദിക്കുകയാണെങ്കിലും ഈ റവാഡയെ DGP ആക്കുന്നതിൽ സർക്കാരിന് മുന്നിൽ ഒരു മറ്റു വഴികളില്ലായ്മയുണ്ട്. ദിലീപ്, ഹാഷ്മി, സംസ്ഥാന പോലീസ് മേധാവിയുടെ നിയമനം സുപ്രീം കോടതി മാനദണ്ഡത്തിന് വിധേയമായിരിക്കണമെന്ന് നേരത്തെ തന്നെ കോടതി വിധിയുള്ളതാണ്. TP സെൻകുമാർ തന്നെ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനു ശേഷം സുപ്രീം കോടതിയിൽ പോയി അനുകൂലമായ വിധി സമ്പാദിച്ച് വന്നതുമൊക്കെ നമ്മുടെ സമീപകാല ചരിത്രങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് മേധാവിയുടെ നിയമന കാര്യത്തിൽ വിധി കൂടി കണക്കിലെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ബാധ്യതയാണ്. അതേസമയം തന്നെ രവാഡ ചന്ദ്രശേഖറുമായി ബന്ധപ്പെട്ട് CPIM-നെ സംബന്ധിച്ചൊരു വൈകാരികമായ വിഷയം അതിലടങ്ങിയിട്ടുണ്ട്. അത് കൂത്തുപറമ്പ് വെടിവയ്പ്പുമായി ബന്ധപ്പെട്ടാണ്. 94 നവംബർ 25 അന്ന് കൂത്തുപറമ്പ് അർബൻ ബാങ്കിൻ്റെ സായാഹ്ന ശാഖ ഉദ്ഘാടനം ചെയ്യാൻ സഹകരണ മന്ത്രിയായിരുന്ന MV രാഘവൻ എത്തിയപ്പോൾ DYFI പ്രവർത്തകർ അദ്ദേഹത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയും അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു എന്ന് ആരോപിച്ച് പോലീസ് വെടിവയ്പ് നടത്തുകയാണ് ചെയ്തത്. അക്രമാസക്തരായ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാനാണ് വെടിവയ്പ് നടത്തിയതെന്നാണ് അന്ന് ഇതിന് പോലീസ് പറഞ്ഞിരുന്നത്. സർക്കാരുമൊക്കെ ആ നിലയിലുള്ള വാദഗതികളാണ് ഉന്നയിച്ചിരുന്നത്. 5 DYFI പ്രവർത്തകരാണ് വെടിവയ്പിൽ കൊല്ലപ്പെട്ടത്. പുഷ്പനെ പോലെ നിരവധി പേർ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ആ വെടിവയ്പ്പുമായി ബന്ധപ്പെട്ട് അന്ന് തലശ്ശേരി ASP ആയിരുന്നു രവാഡ ചന്ദ്രശേഖർ. അദ്ദേഹമാണ് ഇതിന് വെടിവയ്പ്പിന് നേതൃത്വം നൽകിയതെന്ന് ചൂണ്ടിക്കാട്ടി പിന്നീട് ഉത്തരമേഖല IG ആയിരുന്ന ജേക്കബ് പുന്നൂസ് പരാതിപ്പെട്ടതനുസരിച്ച് ഇവർക്കെതിരെ ക്രിമിനൽ കേസ് പോലീസ് എടുക്കുകയും ചെയ്തിരുന്നു. ഇവരെ പക്ഷേ 2012 രവാഡ ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവരെ ഹൈക്കോടതി വെറുതെ വിടുകയാണ് ചെയ്തത്. പ്രതികൾക്കെതിരെ നേരത്തെ വ്യക്തിവൈരാഗ്യമൊന്നുമില്ലാത്തവരായിരുന്നു എന്ന കാര്യം ഈ വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാത്രമല്ല, ഈ വെടിവയ്പ് അന്വേഷിക്കുന്നതിന് വേണ്ടി അന്നത്തെ UDF സർക്കാർ 95 പത്മനാഭൻ നായർ കമ്മീഷനെ നിയോഗിച്ചിരുന്നു. ഈ പത്മനാഭൻ നായർ കമ്മീഷൻ 97 അതായത് പിന്നീട് ഇടതുമുന്നണി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ആ സർക്കാരിനാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത്. ആ റിപ്പോർട്ട് ഇടതുമുന്നണി സർക്കാർ പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തതാണ്. അതിൽ ഇദ്ദേഹത്തിൻ്റെ പേര് രവാഡ ചന്ദ്രശേഖറിൻ്റെ പങ്ക് എന്ന തലക്കെട്ടിൽ തന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ പറയുന്നത് രവാഡ ചന്ദ്രശേഖർ ജൂനിയർ ഉദ്യോഗസ്ഥനായിരുന്നു. തലശ്ശേരി ASP ആയി അവിടെ ചുമതലയേൽക്കുന്നത് അദ്ദേഹം ഹൈദരാബാദിൽ നിന്ന് തലശ്ശേരിയിലേക്ക് എത്തി ചുമതലയേൽക്കുന്നത് ഈ വെടിവയ്പ്പിൻ്റെ 2 ദിവസം മുമ്പ് മാത്രമാണ്. 2 ദിവസം മുമ്പ് വൈകിട്ടാണ് അദ്ദേഹം ചുമതലയേൽക്കുന്നത്. അതായത് 1994 നവംബർ മാസം 23 വൈകിട്ടാണ് അദ്ദേഹം തലശ്ശേരി ASP ആയി ചുമതലയേൽക്കുന്നത്. അദ്ദേഹത്തിന് ഈ സ്ഥലത്തെക്കുറിച്ച്, കൂത്തുപറമ്പിനെക്കുറിച്ചോ കണ്ണൂരിനെക്കുറിച്ചോ ഒന്നും അവിടുത്തെ സ്ഥലങ്ങളുടെ പ്രത്യേകത അറിയില്ല. അവിടുത്തെ രാഷ്ട്രീയമായ സമ്മർദ്ദങ്ങൾ അറിയില്ല. അത്തരം ഈ പ്രക്ഷോഭത്തെക്കുറിച്ച് കാര്യമായ അറിവില്ല. അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അടുത്ത ദിവസം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ യോഗം ചേർന്നിട്ട് സഹകരണ മന്ത്രി MV രാഘവന് വേണ്ടത്ര സുരക്ഷ നൽകണം എന്ന കാര്യം തീരുമാനിച്ചിരുന്നു. 5 തട്ടുകളായി ഈ സുരക്ഷ അവിടെ ഒരുക്കുകയും ചെയ്തു. DYSP ആയിരുന്ന ഹക്കീം ബത്തേരിക്കും അതുപോലെ ഡെപ്യൂട്ടി കളക്ടറായിരുന്ന TT ആൻ്റണിക്കുമായിരുന്നു ക്രമസമാധാനത്തിൻ്റെ പ്രധാനപ്പെട്ട ചുമതലയുണ്ടായിരുന്നത്. കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന അവസ്ഥ വന്നപ്പോൾ TT ആൻ്റണി അദ്ദേഹമാണ് ഈ വെടിവയ്പ്പിന്, കളക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള വെടിവയ്പ്പിന് അദ്ദേഹമാണ് ഉത്തരവ് നൽകിയത്. ആ ഉത്തരവ് പാലിക്കുകയാണ് ചെയ്തിരുന്നത് എന്നാണ് ഇതിൽ ചൂണ്ടിക്കാട്ടുന്നത്. അല്ലാതെ പോലീസിന് പ്രത്യേകിച്ച് വൈരാഗ്യമുണ്ടായിരുന്നില്ല എന്ന കാര്യം ഈ പത്മനാഭൻ നായർ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നതാണ്. ASPക്ക് അതിൻ്റെയൊക്കെ അത്തരം സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ച് ഇതിൽ നിന്ന് ഒഴിവാക്കാവുന്നതുമാണ്, അദ്ദേഹത്തിന് ഇളവ് നൽകാവുന്നതുമാണ് എന്ന കാര്യവും ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നതാണ്. ഏതായാലും ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാർ ഇപ്പോൾ നിലവിൽ രവാഡ ചന്ദ്രശേഖറിനെ തന്നെയാണ് സംസ്ഥാന പോലീസ്. MV രാഘവൻ തന്നെ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ തന്നെ പറയുന്നുണ്ട്, പോലീസ് വേണ്ടത്ര ജാഗ്രത പാലിച്ചെങ്കിൽ കൂത്തുപറമ്പിൽ 5 യുവാക്കളുടെ മരണത്തിനിടയാക്കിയ ദൗർഭാഗ്യമായ സംഭവം ഒഴിവാക്കാമായിരുന്നുവെന്നും, എന്താണ് ഈ കൂത്തുപറമ്പ് ടൗൺ ഹാൾ പരിസരത്ത് അത്ര വലിയൊരു അക്രമി സംഘം തടിച്ചുകൂടുന്നു, പോലീസ് തടയാമായിരുന്നു, അത് ഉണ്ടായില്ല എന്നും, പോലീസ് വെടിവയ്പ്പിലേക്ക് നയിച്ച അക്രമം നടക്കുമ്പോൾ അക്രമികളെ അഴിഞ്ഞാടാൻ അനുവദിച്ചുകൊണ്ട് ജില്ലാ പോലീസ് സൂപ്രണ്ട് K പത്മകുമാർ പോലീസ് സ്റ്റേഷനിൽ കാഴ്ചക്കാരനെ പോലെ നിലകൊള്ളുകയായിരുന്നുവെന്നും, സ്ഥലത്തുണ്ടായിരുന്ന ASP രവാഡ ചന്ദ്രശേഖറും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആന്റണിയും സ്ഥിതിഗതികൾ കൈകാര്യം ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ
തെളിവ് സാക്ഷ്യങ്ങളായി കിടപ്പുണ്ടെന്ന് മാത്രമല്ല CPM നേതാക്കളുടെ തന്നെ പഴയ പ്രസ്താവനകൾ, ഒരുപക്ഷെ പാർട്ടി മുഖപത്രത്തിൽ തന്നെ പഴയ ലേഖനങ്ങളൊക്കെ ഉണ്ട്. ഏത് രീതിയിൽ വ്യക്തിവൈരാഗ്യം ഇല്ല എന്നൊക്കെ പറഞ്ഞാലും ദിലീപ് കുമാർ ഒരുപക്ഷെ ഒരു പുതിയ DGP ആയി അദ്ദേഹം കേരളത്തിലേക്ക് എത്തുമ്പോൾ അടുത്ത കാലത്ത് കേന്ദ്രത്തിൽ നിന്ന് വരുന്ന സമീപകാലത്ത് വരുന്ന അധികാരമേൽക്കുന്ന ആദ്യ DGP എന്ന പ്രത്യേകത കൂടിയൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ഇങ്ങോട്ടേക്ക് വരവിൻ്റെ ഒരു പൊലിമ കുറയ്ക്കാൻ അല്ലെങ്കിൽ കൂടിയും കണ്ണൂരിലെ CPM-ന്റെ പഴയകാല നേതാക്കൾക്കും പ്രവർത്തകർക്കുമെങ്കിലും ഒരു അമർഷമുണ്ടാക്കുന്ന തീരുമാനമാകും അത്. ദിലീപ് കുമാർ രാഷ്ട്രീയമായി കുറച്ചുകൂടി കൺവിൻസിംഗ് ആയ മറുപടി MV ഗോവിന്ദന് പറയേണ്ടിയും വരും. കാര്യം കൂത്തുപറമ്പ് CPM-ന്റെ വൈകാരിക പ്രശ്നമായതുകൊണ്ട്. ദിലീപ് ഹാഷ്മി, ഇക്കാര്യത്തിൽ CPM നന്നായി വിയർപ്പൊഴുക്കേണ്ടി വരും. പ്രത്യേക കൂത്തുപറമ്പ് 5 സഖാക്കളുടെ ജീവനുകളാണ്, DYFI പ്രവർത്തകരുടെ ജീവനുകളാണ് അവിടെ പൊലിഞ്ഞത് എന്നുള്ളതുകൊണ്ടും പുഷ്പനടക്കം സമീപകാലത്താണ് പുഷ്പൻ അന്തരിച്ചത്. പുഷ്പനടക്കം നിരവധി പേർക്ക് പരിക്കേറ്റിരുന്ന വെടിവെപ്പുമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ CPIM-ന് ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ CPIM കഴിഞ്ഞ കുറേ കാലങ്ങളായത് ഈ കൂത്തുപറമ്പ് വെടിവെപ്പ് നടക്കുമ്പോൾ സഹകരണ മന്ത്രി MV രാഘവനെ തടഞ്ഞതായിരുന്നു അതിന് പ്രകോപന കാരണമെങ്കിൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ MVR-ൻ്റെ അവസാന നാളുകളിൽ CPIM അദ്ദേഹത്തോട് അടുക്കുന്ന നിലപാട് സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ മകൻ മാധ്യമപ്രവർത്തകൻ കൂടിയായ MV നികേഷ് കുമാറിനെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. അത്തരം സാഹചര്യങ്ങളും വസ്തുതകളുമൊക്കെ ഒരു വശത്തുണ്ട്. ഇപ്പോൾ ഏതായാലും രവാഡായ ചന്ദ്രശേഖറിനെ DGP ആയി തീരുമാനിച്ചിരിക്കുന്നു. അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്നാണ് വരുന്നത്. നേരത്തെ ഹാഷ്മി പറഞ്ഞതുപോലെ കേന്ദ്രത്തിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ടേക്ക് DGP ആയി എത്തുകയാണ്. സാധാരണഗതിയിൽ നിലവിലെ DGP വിരമിക്കുമ്പോൾ തന്നെ പുതിയ DGP ചുമതലയേൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ സുരക്ഷയടക്കം SPGയുടെ അടക്കം ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ് രവാഡായ ചന്ദ്രശേഖർ. അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ കൂടി അനുമതി ഇനി ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട്. അന്തിമ തീരുമാനം സംസ്ഥാന മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിട്ടുണ്ട്. അതിൽ പ്രധാനമന്ത്രി ഭേദഗതിയൊന്നും വരുത്തില്ല. പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് ആ ഓഫീസിൽ നിന്ന് റിലീവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ അനുമതി കൂടി ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാഴ്ച സമയമെടുത്തേക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന പുതിയ DGP ചുമതലയേൽക്കുന്നതിന്. ഈ നേരത്തെ മുതൽ തന്നെ TP സെൻകുമാറിന് ശേഷം വന്നിട്ടുള്ള DGP-മാരുടെ കാര്യത്തിലൊക്കെ അത് ലോക്നാഥ് ബെഹ്റ, അനിൽ കാന്ത്, സമീപകാലത്ത് ഷേഖ് ദർവേഷ് സാഹിബ്, അങ്ങനെ ഈ DGP-മാരെല്ലാം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കേരള കേഡറിൽ ഉള്ളവരാണ്. അവരെയാണ് ഇപ്പോൾ സമീപകാലത്തൊക്കെ DGP ആക്കിയത്. അത് സീനിയോറിറ്റി അടക്കം പരിഗണിച്ചുകൊണ്ടാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തുന്നതും. സുപ്രീം കോടതിയുടെ വിധി ഇക്കാര്യത്തിൽ സർക്കാരിന് പാലിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ പരിഗണനാ പട്ടികയ്ക്ക് പുറത്ത് സർക്കാരിന് താല്പര്യമുള്ള 1-2 പേരുകൾ കൂടി സർക്കാർ സമർപ്പിച്ചിരുന്നതാണ്. അതിൽ ADGP MR അജിത് കുമാറിൻ്റെയും സുരേഷ് രാജ് പുരോഹിതിൻ്റെയും ഒക്കെ പേരുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ പേരുകളൊക്കെ ഒഴിവാക്കിയാണ് UPSC തിരിച്ച് 3 പേരുടെ പട്ടിക കേരളത്തിന് കൈമാറിയത്. ഇതിൽ നിന്നാണ് DGP-യെ തിരഞ്ഞെടുക്കേണ്ടിയിരുന്നത്. ഇതിൽ നിതിൻ അഗർവാൾ, അദ്ദേഹം കേന്ദ്രത്തിൽ കേരളത്തിൽ നിന്ന് പോയതിനു ശേഷം കേന്ദ്ര അർദ്ധസൈനിക വിഭാഗങ്ങളിൽ പലതിൻ്റെയും ചുമതല വഹിച്ചിരുന്നയാളാണ്. BSF-ൻ്റെ തലപ്പത്തുണ്ടായിരുന്നു. CRPF-ൻ്റെ അഡീഷണൽ ഓപ്പറേഷൻസ് ADG ആയി വർക്ക് ചെയ്തിട്ടുണ്ട്. അതിർത്തി സംരക്ഷിക്കുന്ന ഒരു സേനാ വിഭാഗമായ സശസ്ത്ര സീമാ ബെല്ലിൻ്റെ ചുമതലക്കാരനായിരുന്നു. ITBP ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിൻ്റെ ചുമതലക്കാരനായിരുന്നു. അങ്ങനെ നിരവധി പദവികൾ വഹിച്ചിട്ടുള്ള അദ്ദേഹത്തെ 2 വർഷം കൂടി വിരമിക്കാൻ ബാക്കിയുള്ളപ്പോഴാണ് കേരള കേഡറിലേക്ക് മടക്കി അയച്ചത്. പക്ഷേ അദ്ദേഹത്തെ DGP ആയി തീരുമാനിച്ചിട്ടില്ല. അദ്ദേഹം നിലവിൽ റോഡ് സുരക്ഷാ കമ്മീഷണറാണ്. മറ്റൊന്ന് യോഗേഷ് ഗുപ്തയാണ്, ഫയർഫോഴ്സ് DGP. അദ്ദേഹവും സംസ്ഥാന സർക്കാരുമായി സമീപകാലത്ത് ബന്ധമത്ര നല്ലതല്ല. പല UDF നേതാക്കളെയും വിജിലൻസ് കേസുകളിൽ നിന്ന് ഒഴിവാക്കാൻ യോഗേഷ് ഗുപ്ത ശ്രമിച്ചു എന്ന ആരോപണമുണ്ട്. ചില സർക്കാരിന് അനുകൂലമായ, സർക്കാരിന് താല്പര്യമുള്ള ചിലരെ കൊടുക്കാനും ശ്രമിച്ചിരുന്നു എന്ന ആരോപണം അദ്ദേഹത്തിനെതിരായിട്ടുണ്ട്. അദ്ദേഹത്തിന് കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോകുന്നതിനുള്ള സമ്മതപത്രം പോലും കേരളം വൈകിച്ചു എന്ന ആരോപണവും സമീപകാലത്താണ്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിനെ ആശ്രയിക്കേണ്ടി വന്നതുമൊക്കെ സമീപകാലത്ത് വാർത്തകളായതാണ്. അതുകൊണ്ട് തന്നെ യോഗേഷ് ഗുപ്തയുടെ കാര്യത്തിലും സർക്കാരിന് താല്പര്യമുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട് ലഭിച്ചിട്ടുള്ള പേരുകളിൽ നിന്ന് രവാഡായ ചന്ദ്രശേഖറിൻ്റെ പേരാണ് സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അദ്ദേഹം കേരള കേഡറിലേക്ക് വരാൻ നേരത്തെ സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞയാഴ്ച അദ്ദേഹം സംസ്ഥാന മുഖ്യമന്ത്രിയെയും
ചീഫ് സെക്രട്ടറിയെയും തിരുവനന്തപുരത്തെത്തി കാണുകയും ചെയ്തിരുന്നു. അദ്ദേഹം ഇൻ്റലിജൻസ് ബ്യൂറോയിലാണ് ഏറെക്കാലം പ്രവർത്തിച്ചിരുന്നത്. ഇൻ്റലിജൻസ് ബ്യൂറോയുടെ മുംബൈയിൽ അഡീഷണൽ ഡയറക്ടറായിരുന്നു, ഡൽഹിയിൽ സ്പെഷ്യൽ ഡയറക്ടറായിരുന്നു. ആ നിലയിലൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. IB-യുടെ ഡയറക്ടറായി അദ്ദേഹം വരും എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ നിലവിലെ ഡയറക്ടർ തപൻകുമാർ ദേഖയ്ക്ക് 1 വർഷം കൂടി സർവീസ് നീട്ടിക്കൊടുക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതിനെ തുടർന്നാണ് കേരള കേഡറിലേക്ക് മടങ്ങുന്നതിന് രവാഡ എ ചന്ദ്രശേഖർ, ആന്ധ്രാപ്രദേശിലെ സ്വദേശിയാണ് അദ്ദേഹം, ഹൈദരാബാദ് സ്വദേശിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിയായുള്ള, ഇപ്പോൾ തെലങ്കാനയിലാണ് ഹൈദരാബാദ്, സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിക്കുന്നതിനുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. ഹാഷ്മി, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലാണ് നമ്മൾ നിൽക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സംസ്ഥാനത്തിന് പുതിയ പോലീസ് മേധാവിയെ റവാഡ ചന്ദ്രശേഖർ നിയമിച്ചു എന്നതാണ് ആ വാർത്ത. പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമുണ്ടാവുന്നത്. ആന്ധ്രാപ്രദേശ് സ്വദേശി റവാഡ ചന്ദ്രശേഖർ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ ചുമതലയുള്ള ക്യാബിനറ്റ് സെക്രട്ടറി ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നു. നേരത്തെ നമുക്കറിയാം, ഇവിടെ കേരളത്തിൻ്റെയും CPM-ൻ്റെയും ഒക്കെ എക്കാലത്തെയും ഞെട്ടലുകളൊന്നായി കൂത്തുപറമ്പ് വെടിവെപ്പ് സമയത്ത് ആ വെടിവെപ്പിന് ഉത്തരവിട്ട പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന രോഷം ഈ അടുത്ത കാലത്ത് വരെ CPM-ന് റവാഡയോട് ഉണ്ടായിരുന്നു. അതിനിപ്പോൾ ഇനി പുതിയ സാഹചര്യത്തിൽ സംസ്ഥാനത്തിൻ്റെ DGP വരുന്ന സാഹചര്യത്തിൽ അത് ആ അമർഷം ഏത് രീതിയിൽ റൂട്ട് ചെയ്യപ്പെടും എന്ന കാര്യം അറിയില്ല. അതിനും ആ ചോദ്യങ്ങളോട് ഏത് രീതിയിലാകും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം എന്നും അറിയില്ല. എന്തായാലും 91 IPS ബാച്ചിലെ കേരള കേഡർ ഉദ്യോഗസ്ഥനാണ് റവാഡ ചന്ദ്രശേഖർ. ഒരുപാട് നാളായി അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ തന്നെയാണ്. നേരത്തെ മുഖ്യമന്ത്രിയെ കണ്ട് തനിക്ക് കേരള DGP ആകാനുള്ള താല്പര്യമൊക്കെ അറിയിച്ചു. എന്തായാലും അവിടുന്ന് തയ്യാറാക്കിയ UPSCയുടെ ചുരുക്കപ്പട്ടികയിൽ 2ാമത്തെ പേരുകാരനാണ് റവാഡ ചന്ദ്രശേഖരൻ. സംസ്ഥാനത്തിന് പുതിയ പോലീസ് മേധാവിയുടെ പേര് റവാഡ ചന്ദ്രശേഖരൻ എന്നാണ്. നേരത്തെ ചുരുക്കപ്പട്ടികയ്ക്ക് പുറത്തുള്ള ആളെ നിയമിക്കാൻ അല്ലെങ്കിൽ വകുപ്പുണ്ടോ എന്ന് നോക്കാൻ നിയമോപദേശം തേടുന്ന അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ സർക്കാർ ഒരു വേള കടന്നിരുന്നു. പക്ഷേ ഇപ്പോൾ റവാഡയിലേക്ക് എത്തുകയാണ്. റവാഡ ചന്ദ്രശേഖറാണ് സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവി.